നമസ്കാരം. ബഹുമാനപ്പെട്ട രാജ്യസഭ MP ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ ഇരുകാലുകളും വെട്ടിമാറ്റിയ CPM ഗുണ്ടകൾ ഇവരെ സുപ്രീം കോടതി ഇവരുടെ ജാമ്യാപേക്ഷ ഫയലിൽ പോലും സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഇവർ നിവൃത്തിയില്ലാതെ കോടതിയിൽ കീഴടങ്ങി ജയിലിലേക്ക് പോകുന്ന ആഘോഷം മുദ്രാവാക്യം വിളി നമ്മളെല്ലാവരും കണ്ടതാണ്. KK ശൈലജ എന്ന എല്ലാവരുടെയും ടീച്ചറമ്മയും ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിക്കാൻ എന്നതും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ശൈലജ പറയുന്നു അവർ കുറ്റവാളികളല്ല. ഏത് കോടതി കുറ്റവാളികളാണെന്ന് വിധിച്ച് ജയിൽ ശിക്ഷ വിധിച്ച ആളുകൾ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ 30 വയസ്സുള്ള ഒരു മനുഷ്യന്റെ 2 കാലുകളും നിഷ്കരണം വെട്ടിമാറ്റി ആ മനുഷ്യനെ മൃതപ്രായനാക്കി ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായി അയാൾ ജീവിക്കുന്നു. അയാൾ ഇന്നൊരു രാജ്യസഭ MP ആണ്. ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ മോശക്കാരനാക്കാൻ, ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ CPM സൈബർ കമ്മ്യൂണുകളും CPM ഗുണ്ടകളും നാട് നീളെ നടന്നു പോസ്റ്റർ പതിച്ചു. സദാനന്ദൻ മാസ്റ്റർ ആരാണ് എന്ന് ജനങ്ങൾക്കറിയാം, സമൂഹത്തിനറിയാം. ആ ബോധമൊക്കെ മനുഷ്യർക്കുണ്ട്. എന്തായാലും അവർ കുറ്റവാളികളല്ല എന്ന് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ശൈലജ ടീച്ചർ പറഞ്ഞത് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാവുകയാണ്. ഇത്തരം നിരുത്തരവാദപരമായ പാർട്ടിക്ക് ഈ കൊല്ലും കൊലയും നടത്തുന്നവരെയൊക്കെ വലിയ ബഹുമാനമാണ്. അവരെ ഇത്തരം മുദ്രാവാക്യം വിളികളോടെ ജയിലിലേക്ക് ആനയിക്കും, കഴുമരത്തിലേക്ക് ആനയിക്കും. ഇതൊക്കെയാണ് പാർട്ടിയുടെ രീതി. അതവിടെ നിൽക്കട്ടെ, പറയാൻ വന്നത് അതല്ല. ശ്രീ സദാനന്ദൻ മാസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. അതിന്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഹൃദ്യമായ സ്വീകരണം, സദാനന്ദൻ മാസ്റ്റർ ജി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയത്. പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ 30 കൊല്ലത്തിലധികം കേസ് നടത്തിയിട്ടും സുപ്രീം കോടതിയിൽ വരെ അപ്പീൽ പോയിട്ടും രക്ഷയില്ലാതെ ഈ വയസ്സുകാലത്ത് പാർട്ടിക്കാരുടെ യാത്രയയപ്പ് വാങ്ങി ജയിൽവാസത്തിന് പോകേണ്ടി വന്നു. നിർദാക്ഷിണ്യം മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടയാൾ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യത്തെ സേവിക്കാൻ, രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ ഇതാ പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കുന്നു. പ്രധാനമന്ത്രിയുമായി കേരളത്തിലെ കാര്യങ്ങളും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ സദാനന്ദൻ മാസ്റ്റർ ചർച്ച ചെയ്തു. അതിനുവേണ്ട എല്ലാ തീരുമാനങ്ങളും ഉടൻ തന്നെ നമുക്കെടുക്കാം. തോറ്റത് നിങ്ങളാണ് സഖാക്കളെ, നിങ്ങളാണ്. CPM ആണ് തോറ്റത്, CPM ഗുണ്ടകളാണ് തോറ്റത്. ഇവിടെ അർഹതപ്പെട്ടവന് അംഗീകാരം കിട്ടുന്നു. ആ 2 കാലുകളും നഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ള കാര്യം. എന്നിട്ടും ജനസേവനത്തിന് വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ ഇറങ്ങിത്തിരിച്ച ആ സദാനന്ദൻ മാസ്റ്റർ എന്ന ആ മഹാമനീഷിയുടെ, ആ മഹാന്റെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ മഹാൻ തന്നെ പറയണം, ആ മഹാത്മാവിന്റെ ആ ജനസേവനത്തിനുള്ള ആ ഒരു ത്വര, ആ ഒരു ഊർജം തീർച്ചയായിട്ടും നിങ്ങൾ തല്ലിക്കെടുത്തിയിട്ട് മുമ്പോട്ട് പോയി അതിശക്തമായി മുമ്പോട്ട് പോയി പുറകോട്ട് പോകാതെ നിന്ന ആ ശക്തി, അതൊക്കെ തന്നെ രാജ്യം അംഗീകരിച്ചിരിക്കുന്നു, രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, രാജ്യത്തെ ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രത്യേകമായി PMO പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. ഏതാണ്ട് 1 മണിക്കൂറിലധികം ഈ ഡിസ്കഷൻ നീണ്ടുനിന്നു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, വിശേഷങ്ങൾ തിരക്കി, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പരിഹരിക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ, സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ സദാനന്ദൻ മാസ്റ്ററുമായി ചർച്ച ചെയ്തു. സഖാക്കൾ, ഈ കാലുവെട്ടിയ സഖാക്കൾ, കൊലപാതകത്തിൽ പ്രതികളായ സഖാക്കൾ, നിങ്ങളൊക്കെ എവിടെ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇവിടെ കാല് വെട്ടിയത് കൊണ്ടോ കൈ വെട്ടിയത് കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ അതിശക്തമായി സ്വയം സേവകർ, രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവർ കടന്നു വരുന്നു. വീണ്ടും വീണ്ടും കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ ശക്തിയോടെ കടന്നു വരുന്നു രാജ്യത്തിനു വേണ്ടി സേവിക്കാൻ, രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സദാനന്ദൻ മാസ്റ്റർ MP എന്ന സ്വയം സേവകൻ, എന്ന ജനസേവകൻ. പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ തന്നെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. കാസർഗോഡ് നടന്ന മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി സദാനന്ദൻ മാസ്റ്റർ ജി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നോമിനേറ്റഡ് MP ആയാലും എന്ത് MP ആയാലും രാജ്യസേവനമാണ്, ജനസേവനമാണ് ലക്ഷ്യം. ആ ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ അതിശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. അതിശക്തമായി തന്നെ ചുവടുകൾ വെക്കുകയാണ്. ആ വെപ്പുകാലുകളുമായി ചുവടുകൾ വെക്കുകയാണ് രാജ്യത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. അത് പ്രധാനമന്ത്രിക്ക് അറിയാം. പ്രധാനമന്ത്രി അത് അംഗീകരിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ അഭിനന്ദിച്ചിരിക്കുന്നു. ഇതാണ് കാലത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. ഇതാണ് കാലം സാക്ഷി എല്ലാത്തിനും.
എന്തിനും ഏതിനും കാലം സാക്ഷി. കർമ്മസാക്ഷിയായി സൂര്യൻ മുകളിൽ ഉദിച്ചു നിൽക്കുന്നു. അന്ന് ഇരുട്ടിന്റെ മറവിൽ ആ മനുഷ്യന്റെ കാലുകൾ വെട്ടിമാറ്റിയവർ ഇന്ന് സൂര്യന്റെ പ്രഭയിൽ എവിടെയാണ്? ഇരുമ്പറയ്ക്കുള്ളിലാണ്, ഇരുമ്പഴിക്കുള്ളിലാണ്. ഈ കാലുകൾ നഷ്ടപ്പെട്ട ഈ മനുഷ്യനോ രാജ്യത്തെ സേവിക്കാനായി രാജ്യസഭയ്ക്കുള്ളിൽ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.